നമ്മൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ് കേട്ടോ. വളാഞ്ചേരി നമ്മളെ താഹിർക്കാൻ്റെ കൂടെയാണുള്ളത്. പാഴ്വസ്തുക്കളിൽ നിന്ന് അത്ഭുതം തീർത്തിട്ടുള്ള താഹിർക്ക ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ഇക്ക, എന്താണ് ഈ ഒരു മേഖലയിലേക്ക് ഈ രീതിയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? സാധാരണ സ്ക്രാപ്പ് വാങ്ങുക വിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ്, പ്രൊഫഷനാണ് നടക്കാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാധനങ്ങൾ ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നുള്ള സംസ്കാരത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള നമുക്ക് തീർച്ചയായും കണ്ടറിയാൻ കഴിയും. പഴയ ആളുകളെ ആരോഗ്യം പോലെ തന്നെ പഴയ സാധനങ്ങൾക്ക് ഗുണനിലവാരം കൂടുതലായിരിക്കും. അതായത് പഴയ മെറ്റീരിയൽ ഇപ്പൊ ഏത് മേഖലയിൽ നോക്കിയാലും പഴയ സാധനങ്ങൾക്ക് ഈൽഡ് കൂടുതലാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഉപയോഗപ്പെടുമ്പോൾ ഉള്ള നമുക്കുള്ള സംതൃപ്തി, വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രകൃതിക്ക് ഭാരമാവാതെ വീണ്ടും അത് ഉപയോഗിക്കും. റീസൈക്കിൾ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ യൂസ് ചെയ്ത് പോകുന്നത്. അതും പഴമയുടെ രീതിയിൽ തന്നെ പുതുമയോടെ ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ പാഴ്വസ്തുക്കൾ ഇന്ന് അലക്ഷ്യമായി കൂട്ടിയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വളരെയധികം നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പല ആളുകളുടെ അറിവ് വെച്ച് നോക്കുമ്പോഴും വീണ്ടും അവർക്ക് അത് ലൈഫ് ടൈം കിട്ടുന്ന ഒരു സംഭവം. കാരണം നമ്മൾ ഈ ഒരു സാധനം നശിപ്പിക്കുന്നില്ല എന്നാൽ അത് വെച്ചിട്ട് പുതിയൊരു സാധനം നമുക്ക് യൂസ്ഫുൾ ആവുന്നു ചെയ്യും. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നാണല്ലോ. അപ്പോൾ അത് നമ്മൾ ആ സന്ദേശം നമ്മൾ പരമാവധി നമ്മളെ ബോർഡിൽ തന്നെ ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടാണ് നമ്മളെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഐറ്റംസ് ഒന്ന് കണ്ടല്ലോ. ഇപ്പൊ ഈ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴയ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സീറ്റാണ്. ഇതൊരു ഊഞ്ഞാലായി മാറി. ഇതിൻ്റെ വലിയത് കുറച്ച് ഹൈറ്റ് കൂടിയതാണ്. ഇത് നമ്മൾ ചെയ്തത് തന്നെയാണ്, അർബാന. ഇത് പഴയ ഡ്രമ്മ് കട്ട് ചെയ്തുകൊണ്ട് പഴയ വസ്തുക്കൾ ഇരുമ്പൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡ്രമ്മിൽ സാധാരണ ഇരുമ്പൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കൃഷിക്കാരൊക്കെ ചാണകം മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ദ്രവിച്ചു പോകും. ഇത് ഫൈബർ ആയതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കൂടി കിട്ടും. പക്ഷേ ഇതിൻ്റെ വലുതും നമ്മൾ ചെയ്യലുണ്ട്. അത് സ്റ്റോക്ക് ഇവിടെ കഴിഞ്ഞതാണ്. ആവശ്യാർത്ഥം നമ്മൾ ഏത് രൂപത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ സിലിണ്ടർ വെക്കാനുള്ള കൂടുകളൊക്കെ കാണാറുണ്ട്. ഇതുപോലെ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. വേസ്റ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ആക്കാം. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു കണ്ടെയ്നറും കൂടി അതിന്റെ കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരും. ഇതൊക്കെ നമ്മളിവിടെ സ്ക്രാപ്പ് ഉപയോഗിച്ച് ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ പഴയ കമ്പി കൊണ്ട് നമ്മൾ കിണർവല ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരുപാട് ആളുകൾക്ക് പ്രയോജനമാകും. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ ഒരു കിണർ വല വാങ്ങുന്നതിന്റെ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഒപ്പം ഗുണത്തിൽ ഒരു കുറവ് വരുന്നില്ല. അത്ര സെറ്റ് ആയിട്ട് സ്ട്രോങ് ഉള്ള കമ്പികളാണ്. പഴയ 6M 8mm കമ്പി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്നെസ് ഉള്ള കമ്പിയായിരിക്കും. അത് സത്യം പറഞ്ഞാൽ പുതിയതിനെക്കാട്ടി ഉറപ്പും ഈൽഡും കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ കിളിക്ക് ആവശ്യമായിട്ടുള്ള കൂടുകൾ, ഇതൊരു 3 അറയുള്ള കൂടുകളാണ്. മുകളിൽ ഒരു അറ, അതുപോലെ തന്നെ താഴെ 2 അറ കൊടുത്തിട്ടുള്ള നല്ലൊരു കൂടാണ്. ഓക്കെ, പിന്നെ ഇതൊരു പീരങ്കിയുടെ മാതൃക നമ്മളെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇതും നമ്മളിവിടെ പഴയ പൈപ്പും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നേരത്തെ കാണിച്ച ആ സിലിണ്ടറിൻ്റെ 2 സിലിണ്ടർ സിംഗിൾ ആണല്ലേ വരുന്നത്? ഇത് സിംഗിള് വരുന്ന സിലിണ്ടറിൻ്റെ. അതുപോലെ തന്നെ ഊഞ്ഞാല്, ഇത് അത്യാവശ്യം വെടുത്തുണ്ട്. സാധാരണ ഊഞ്ഞാലുകളിലേക്കും സ്ട്രോങ് ഉണ്ടാവും. ബെയറിംഗ് ടൈപ്പാണ്. ഇതിപ്പോ ആവശ്യാനുസരണം നമുക്ക് ചെയ്ത് കൊടുത്തൂടെ? അതായത് സൈസ് ഒക്കെ ഡിഫറെന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് കോണിയാണ്. നമ്മൾ വാട്ടർ ടാങ്ക് സ്റ്റാൻഡോ അതുപോലെ തന്നെ ടെറസിലേക്ക് കയറാൻ ഉപയോഗപ്പെടുന്ന കോണികളാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഊഞ്ഞാലിന്റെ തന്നെ ഡിഫറെന്റ് മോഡലുണ്ട്. അതേപോലെ കൂടും ഉണ്ടല്ലേ, വേറെ കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? കേജ് സെറ്റ് ചെയ്താണ്. അതൊരു ഡിസൈനിൽ ചെയ്താണല്ലേ. ഇപ്പൊ എല്ലാതും വളർത്തുന്ന ആളുകൾ അണ്ണാരക്കണ്ണനെ പോലും ഫാൻസി സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പൊ അതിനൊക്കെ റൗണ്ട് ചെയ്യാൻ പറ്റുന്നതും അടിയിൽ 2 ബോക്സ് പറ്റിയ കൂടുകളാണ്. ഇതിപ്പോ ഈ കൂട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കൂടെ? ഒരു കസ്റ്റമറുടെ ആവശ്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഊഞ്ഞാല് ഇത് നല്ല ഉള്ളിൽ നല്ല ചെയിനും ഒപ്പം റബ്ബർ കോട്ടറാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ചെയിന് റബ്ബർ കോട്ടായിട്ടാണ്.
കൂടുകൾ തന്നെ പല ഡിഫറെന്റ് മോഡലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മുതൽ അത് പല സൈസിലുള്ളതും അതെ നമുക്ക് അവൈലബിൾ ആണ്. ഡോഗുകൾക്ക് വേണ്ടതും കിളികൾക്കും കോഴികൾക്കും ഒക്കെ വേണ്ട എല്ലാ കൂടുകളും ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അയക്കാ ഞാനേ ബോർഡ് ഇപ്പോഴാണ് നോക്കി, ഇതിലെന്താ ചിരട്ട വരെ എടുക്കുന്നുണ്ട് അവിടെ. പഴയ ഇരുമ്പ്, പ്ലാസ്റ്റിക്, തകരം ഉൾപ്പെടെ, ചിരട്ട ഉൾപ്പെടെ എല്ലാവിധ പഴയ സാധനങ്ങളും പഴയ സാധനം എന്തായാലും ഇവിടെ എടുക്കും, എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാം എടുക്കും. എന്നിട്ട് അത് പുതിയ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തി കൊടുക്കും. നമ്മളൊരു പൈതൃക വസ്തുക്കളുടെ ഒരു ശേഖരണം തന്നെ നമ്മളെ പുനർവിവേശാലയിൽ ഇവിടെ ഉണ്ട്. പൈതൃക വസ്തുക്കളെ സംരക്ഷണം നമ്മൾ നടത്തി വരുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ എക്സിബിഷനും കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? തീർച്ചയായും. ഇത് മലയാള അക്ഷരങ്ങൾ, പത്രങ്ങൾ, അച്ചുകൂടം, പ്രസ്സിൽ ഉപയോഗിച്ചിരുന്ന അതായത് പഴയ കാലത്ത് അച്ചുകളാണല്ലേ. ഇത് വെച്ചിട്ടായിരുന്നു പത്രത്തിലേക്ക് ലിപികളായിട്ട് മാറിയെന്നല്ലേ. ആ ഒരു ഐറ്റംസ് ആണ് നല്ലത്. ഈ ഒരു ഭാഗത്ത് പിന്നെ ഇത് ടെലഗ്രാം കമ്പി അടിക്കുക, അതിന്റെ കമ്പികളൊക്കെ നഷ്ടപ്പെട്ടു. പഴയ കാല പെട്ടിയല്ലേ ബോക്സ്. ഇത് പിന്നെ സ്റ്റീം എഞ്ചിൻ ആണ്, ട്രെയിനിന്റെ മാതൃക. ഇതിൽ സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിന്റെ മാതൃക. പിന്നെ ഇത് പഴയ ഘടികാരം, ഒപ്പം തന്നെ പഞ്ചിങ്, അന്നത്തെ ജോലിക്കാര് പഞ്ചിങ് ചെയ്തിരുന്ന മെഷീൻ കൂടിയാണത്. അതായത് പഴയ കാലത്ത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പഞ്ച് ചെയ്ത് ഇപ്പൊ ഇലക്ട്രോണിക്കിലേക്ക് മാറി. ഓക്കെ. ഇത് നമ്മുടെ ചെറിയ ടി വി അല്ലേ? ഇത് ചെറിയ ടി വി. ഇത് റയർ പീസാണ്. ടി വി, റേഡിയോ ഒക്കെ കൂടി പാനസോണിക്കിന്റെ അല്ലേ? പാനസോണിക്കിന്റെ ഒരുപാട് പഴയകാല ഓർമ്മകൾ നിലനിൽക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതിപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ വലിയ ടി വി, അതുപോലെ തന്നെ സോണി നാഷണലിൻ്റെ ആണ്. പിന്നെ റേഡിയോ, ഓഡിയോ കാസറ്റ് ഉൾപ്പെടെ മൂന്നും കൂടിയുള്ള സംഭവം. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാലത്ത് നിന്ന് എത്രയോ മാറിപ്പോയല്ലേ? തീർച്ചയായും വളരെ മാറിപ്പോയത് കാണാം. അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇപ്പൊ അയൺ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇപ്പോഴത്തെ ഇലക്ട്രോണിക് ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് അതിന്റെ പഴയ രൂപമാണ് കേട്ടോ ഈ കണ്ടുവരുന്നത്. അതേപോലെ ക്ലോക്കുകൾ ഉണ്ട്, പഴയകാല ക്ലോക്കുകൾ. പിന്നെ അതേപോലെ ഒരുപാട് പഴയകാല ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും വന്ന് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ്. ഇക്ക നമുക്കിവിടെ കാഴ്ചക്കാർ വന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല, തീർച്ചയായും എപ്പോൾ വേണമെങ്കിലും വരാം. ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ വിവാഹ പാർട്ടികൾക്ക് വരികയാണെങ്കിൽ അവർക്ക് ഫോട്ടോഷൂട്ടിനോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം.